ഹായ്, ഞാൻ അൻവർ സാദത്ത്, പനോരമ ലക്ഷറി പ്രോപ്പർട്ടീസ് ദുബായ്. ഇന്ന് നമ്മോടൊപ്പം സജു സാറാണ്, ബിങ്കാട്ടി സെയിൽസ് ഡയറക്ടറായ അദ്ദേഹം ഒരു മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻ ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇവിടെ വലിയ അവസരങ്ങളാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് പല സംശയങ്ങളും കാണും. അതിന് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് ലഭിക്കുക. സ്വാഗതം സജി സാർ. അപ്പോൾ നമ്മൾ ദുബായിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു 100 യൂണിറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 50-60 യൂണിറ്റ് വാങ്ങിക്കുന്നത് ദുബായിൽ താമസിക്കുന്നവരല്ല, വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റായി വന്നവരും വീഡിയോ കോൺഫറൻസിൽ കൂടിയൊക്കെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം നാട്ടിലുള്ള ഒരാൾ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ സിംഗപ്പൂരിലുള്ള ഒരാൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആഫ്രിക്കൻ രാജ്യത്തുള്ള ഒരാൾ വാങ്ങിക്കുന്നു. ഏതൊരു രാജ്യത്ത് പുറത്തൊരു രാജ്യത്തുള്ള ഒരാൾ വേറൊരു രാജ്യത്തിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പം അവരുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇന്ന വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിയിൽ എത്ര ഫ്ലോർ ഉണ്ടെന്നോ, അല്ലെങ്കിൽ എന്താണ് വ്യൂ എന്നോ, അല്ലെങ്കിൽ എനിക്ക് എത്ര ലാഭം കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല. ഫസ്റ്റ് അയാളുടെ മനസ്സിൽ വരുന്ന കൺസേൺ എന്ന് പറയുന്നത് ഞാൻ ഇടുന്ന പൈസ സേഫാണോ. അതാണല്ലോ ആദ്യത്തെ പോയിന്റ്. അത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിലുള്ള ആദ്യത്തെ, നമ്മളാണ് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ലോകത്തിൽ പറയുന്നത് മലയാളികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണലി നമ്മുടെ പാരൻസ് പഠിപ്പിച്ചത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനും FD ഇടാനും. ഈ 3 സാധനമാണ് നമ്മൾ പണ്ട് തൊട്ടിട്ടേ ആൾക്കാർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മലയാളികൾ അധികം ഷെയറിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ കുറവാണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് ഇത് നമ്മൾ ഓൾറെഡി ബ്ലഡിലുണ്ട്, FDയും റിയൽ എസ്റ്റേറ്റും ഗോൾഡും. ഞാൻ പറഞ്ഞു വരുന്നത്, ദുബായിൽ നമ്മൾ ഏത് ഡെവലപ്പർ എടുത്തുനിന്ന് വാങ്ങിച്ചാലും ഈ വാങ്ങിക്കുന്ന നമ്മളിടുന്ന ഓരോ ദിറും സേഫ് ആണെന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നേരത്തെ പോയിന്റാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്, ഇവിടെയുള്ള ആൾക്കാരല്ലല്ലോ. അപ്പോൾ അവരുടെ പൈസ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലും ഉണ്ട്. ഈ പറയുന്ന ബോഡികളാണ് ഈ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരാൾ ഇപ്പം ബിങ്കാട്ടി ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്ലോട്ട് നമ്മൾ വാങ്ങിച്ചു, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലോട്ടിൽ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ആ പ്ലോട്ടിൽ എത്ര പാർക്കിംഗ് ഉണ്ട്, ഈ ഇതിലുള്ള ഇത്രയും കാറ് ഈ റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുമോ, ഈ റോഡിൽ ബ്ലോക്ക് ഉണ്ടാവുമോ, ഇത്രത്തോളം പഠിച്ചിട്ട് എത്ര പാർക്കിംഗ് വരാമെന്ന് പറയുന്നവരെ നമ്മൾ ഈ പറയുന്ന ഇവരാണ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ എത്ര വലുപ്പത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാം, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒട്ടാകെ പ്രൊജക്റ്റിൻ്റെ ഒരു വാല്യൂ ഇത്രയാന്നുള്ളത് ഈ ഗവൺമെൻറ് അടുത്ത് നമ്മൾ പറയും, ഇതിപ്പോൾ ഇത്ര മില്യൻ്റെ ആണ്. അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ ഡെവലപ്പർ ഒരു അക്കൗണ്ടിൽ ഇടണം. എന്നിട്ടേ നമുക്കിതൊരു ബ്രോഷർ അടിച്ചിട്ട് ഒരാളടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ബിങ്കാട്ടിക്ക് നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ഈ തരുന്ന പൈസ മുഴുവൻ പോകുന്നത് ഈ എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. ഈ എസ്ക്രോ അക്കൗണ്ടിൽ 3 ആൾ, അതായത് ഗവൺമെൻറ് ഉണ്ട്, ഡെവലപ്പർ ഉണ്ട്. ഇതിൽ ആണ് ഈ നമ്മുടെ പൈസ മുഴുവൻ പോവുക. പിന്നെ നമ്മൾ പൈസ വന്നു കഴിഞ്ഞിട്ട് ബിങ്കാട്ടി ആദ്യം എന്ത് ചെയ്യണം, ഇത് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിത് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പോയിട്ട് നമ്മൾ പറയും TLDനോട്, നമ്മളിത് ഗ്രൗണ്ട് ഫ്ലോർ ST ഉണ്ട്. അപ്പോൾ അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ ഗ്യാൻഡുവാണ് എടുത്തുള്ളൂ. അങ്ങനെ ഇത് 10ാമത്തെ ഫ്ലോറിലെത്തി, 20ലെത്തി, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ വെച്ചിട്ട് ഈ അക്കൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, പൈസ എടുക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഒരാളെടുത്തുനിന്ന് 1 രൂപ പോലും വാങ്ങിക്കാൻ പറ്റും. അത്രത്തോളം സേഫാണ് ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പം ദുബായിലുള്ള ഏത് ഡെവലപ്പർ ആയാലും അങ്ങനെയാണ്. ഇപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ച് നല്ല, ബിങ്കാട്ടിന് മാത്രമല്ല, എല്ലാവരും ഈ എസ്ക്രോ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൺസേൺ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു, നമ്മളിടുന്ന പൈസ സേഫാണ്, അത് പോവില്ല, 1 രൂപ പോവില്ല. രണ്ടാമത്തേതാണ് ലീഗാലിറ്റി. അടുത്ത മനസ്സിൽ വരുന്ന കൺസേൺ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഇവൻ ദാവൂദ് ഇബ്രാഹിം ആണെന്നാണ്. ഇവൻ എന്തോ കള്ളത്തരം ചെയ്തു, എന്തോ പ്രശ്നമാവും ദുബായിൽ പ്രോപ്പർട്ടി. ദുബായിൽ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ശരിക്കും കേരളത്തിനെക്കാട്ടും ചീപ്പാ പല പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ബോംബെയിലൊക്കെ ഇവന്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇത്രേ വില ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. മുംബൈയിലുള്ള വിലയും കൂടി ഇവിടെ ഇല്ല. അപ്പം ഇതൊരു എന്താ പറയുക,
ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ലീഗാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ലീഗലി ഏത് ഇന്ത്യക്കാരനും ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതൊരു ഇന്ത്യക്കാരനും ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള അംഗീകാരമുണ്ട്. ഒരു കണ്ടീഷൻ അവർ പറയുന്നത്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് പൈസ ദുബായിലേക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ അയക്കുന്നതെങ്കിൽ $250,000 ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൂടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ബയറായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഈ 2 പേരും കൂടി ആകുമ്പോഴത്തേക്ക് $500,000 ആയി. അപ്പോൾ അത് മതി. പിന്നെ പൊതുവേ നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ ഓഫ് പ്ലാൻ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അതിനൊരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒന്നായിട്ട് നമ്മൾ ഈ പൈസ ആദ്യം അടയ്ക്കേണ്ട, അത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് കുറച്ച് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ലീഗലി യെസ്, യു ക്യാൻ ബൈ, നമുക്ക് വാങ്ങിക്കാം. നമ്മളെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരും. നമ്മളത് നാട്ടിലിപ്പോൾ ഒരു കാലിക്കറ്റിലൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ നമുക്ക് എന്തൊക്കെ അധികാരമുണ്ടോ അതൊക്കെ ഈ പറയുന്ന പ്രോപ്പർട്ടിക്കും ഉണ്ട്. നമുക്ക് അവിടെ താമസിക്കാം, വാടകയ്ക്ക് കൊടുക്കാം, വിൽക്കാം, പൊളിക്കാം, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളതാണത്. നമ്മളെ കാലശേഷം നമ്മളെ കുട്ടികൾക്ക്, അവരെ കാലശേഷം അടുത്ത കുട്ടികൾക്ക് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എല്ലാവിധ അധികാരം ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അതിന് പുറമെ നമുക്ക് ഇവിടെ പറയാലോ, പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, പല അധികം ഓപ്ഷൻസ് ഇതിലുണ്ട്. പല തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചിട്ട് വിസേൻ്റെ കാലാവധികൾ. ഇപ്പോൾ ഗോൾഡൻ വിസ ആണെങ്കിൽ 2 മില്യൺ 10 വർഷം, നോർമൽ വിസ ആണെങ്കിൽ 750,000 2 മില്യൺ. ഇനി അതല്ല 65 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ റിട്ടയർമെൻറ്റ് വിസ 5 വർഷത്തേക്ക് 1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ദുബായിലാണ്. അതെ അതെ. ഇന്ന് നമ്മൾ യൂറോപ്യൻസിലേക്ക് ഒരുപാട് കാണുന്നുണ്ട്. നേരത്തെ അവർ തായ്ലൻഡിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. അവരിപ്പോൾ ഇന്ന് ദുബായിലേക്ക് വരാനാണ് കൂടുതൽ. അതെ. അപ്പോൾ ഒന്ന് ടാക്സിൻ്റെ അഡ്വാൻറ്റേജ്, സേഫ്റ്റി, ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, മെട്രോ, ബസ്, അതൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ അതേമാതിരി എപ്പോൾ ആവശ്യം നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ലോകത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ആൾക്കാർ കുറേയധികം പ്രിഫർ ചെയ്യുന്നത് ഈ ദുബായിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഞാൻ സേഫ്റ്റീനെ പറ്റി സംസാരിച്ചു, ലീഗാലിറ്റീനെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ദുബായ് മാർക്കറ്റിലുള്ളതെന്നാണ്. നമുക്ക് നാട്ടിൽ എന്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ഓപ്ഷൻ നമുക്കുണ്ടോ അതൊക്കെ ദുബായിലുണ്ട്. നമുക്ക് വീട് വാങ്ങിക്കാം, ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പ്ലോട്ട് വാങ്ങിക്കാം, റീറ്റെയിൽ യൂണിറ്റ് വാങ്ങിക്കാം, എല്ലാ ഓപ്ഷൻ, എല്ലാ സാധനം, ഒരു റിയൽ എസ്റ്റേറ്റിലുള്ള സാധനം നമുക്ക് ഇവിടെ ഉണ്ട്. അതിന് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക്, പിന്നെ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് റെഡി ഓപ്ഷൻസ് ഉണ്ട്, അണ്ടർ കൺസ്ട്രക്ഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ടാക്സ് ഇല്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2010 ആദ്യമായിട്ട് ദുബായിലേക്ക് വന്ന സമയത്ത് 1 ദിറം എന്ന് പറഞ്ഞാൽ 10 ഉറുപ്പിയായിരുന്നു. അപ്പോൾ എക്സാമ്പിൾ എടുക്കാം, ഞാൻ അന്ന് 1,00,000 ദിറത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റുപ്പീസ് ഇവിടെ കൊണ്ടുവന്ന് വിചാരിക്കാം. ഞാനത് അവിടെ എൻ്റെ വീട്ടിലൊരു പെട്ടിയിലിട്ട് പൂട്ടി വെച്ചു. എന്നിട്ട് ഇന്ന് ഞാനത് എടുത്ത് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 1 ദിറം എന്ന് പറഞ്ഞാൽ 24 ഉറുപ്പിയാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നമ്മൾ പറയും നമുക്ക് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ പറയുന്ന മാതിരി ഡബിൾ എഞ്ചിനാണ്. അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉണ്ട്, കറൻസി അപ്രീസിയേഷനും ഉണ്ട്. അപ്പം ഇപ്പോൾ കുറേയധികം ആൾക്കാർ ഈ രീതിയിൽ ഇത് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളിപ്പം ലണ്ടനോ അല്ലെങ്കിൽ സിംഗപ്പൂരോ ഹോങ്കോങ് ഒക്കെ നോക്കുകയാണെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ഏറ്റവും കുറവ് ദുബായിലാണ്, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ റെൻ്റൽ റിട്ടേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് 6% നെറ്റ് തരുന്നുണ്ട് മാർക്കറ്റ്. പിന്നെ നമുക്ക് ഷോർട്ട് ടേം റെൻ്റൽസിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മളൊരു പിന്നെ അതേമാതിരി ഒരു അപ്രിസിയേഷൻ മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 15 to 16, 17% ആനുവൽ അപ്രിസിയേഷനിൽ പോകുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് വളരെയധികം വിഷനിലാണ് പോകുന്നത്. 5 വർഷം കഴിഞ്ഞാൽ എന്ത്, 10 വർഷം കഴിഞ്ഞാൽ എന്ത്, അതിനനുസരിച്ചിട്ട് എല്ലാ ആൾക്കാരും അതിൻ്റെ വഴിയാലെ കറക്റ്റായിട്ട് പോകുന്നു. അത്രയും വിഷനിലായിട്ട് അതിനുള്ള ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ദുബായ് ഒരു ഇൻവെസ്റ്റർ ഹെവൻ ആണെന്നാണ് ഒരഭിപ്രായം. ഇനി നമ്മൾ ബിങ്കാട്ടിയിലേക്ക് വരികയാണെങ്കിൽ, ബിങ്കാട്ടി ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പർ ഇൻ ദുബായ്. ഞാൻ എപ്പോഴും പറയും, നമ്മളെ അടുത്ത വീട്ടിലുള്ള ആൾക്ക് ബിങ്കാട്ടി വെക്കാം, നമ്മളെ അങ്കിളിന് വേണമെങ്കിൽ ബിങ്കാട്ടി കൊടുക്കാം. കാരണം പറഞ്ഞ ദിവസം ഈ സാധനം കിട്ടും. അതിലേറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റർ തൊട്ടിട്ട് മേസൺ തൊട്ടിട്ട് പെയിൻ്റ് അടിക്കുന്നവർ വരെ ബിങ്കാട്ടീൻ്റെ എംപ്ലോയീസ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രൊജക്റ്റും ഓൺ ടൈം ഡെലിവറിയാണ്. നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് ആണല്ലോ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്, ഇതാണ് നമ്മളിതിൽ കിട്ടാൻ പോകുന്നത്, അത് 2026 തരും എന്ന് പറഞ്ഞാൽ അന്നാണ് അതിന് വാല്യൂ ഉള്ളത്. 28, 29 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തേക്ക് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും.
അപ്പം ഇത് ഔട്ട്ഡേറ്റ് ആവും. അപ്പം നമ്മൾ പ്രൊജക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് പറഞ്ഞ ദിവസത്തിൽ അത് കിട്ടുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിൽ ബിങ്കാട്ടി പെർഫെക്റ്റ് ആണ്, ഓൺ ടൈം ഡെലിവറി. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു അപ്രീസിയേഷൻ വരും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവിടെയും നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ബിങ്കാട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 7 ലൊക്കേഷനിൽ ദുബായിൽ പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും നമ്മൾ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ബിങ്കാട്ടിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജദാഫിൽ, ഇപ്പോൾ ജദാഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ദുബായ് കറാമ ഈ സൈഡിൽ നിന്ന് വരുമ്പം ആദ്യത്തെ ഒരു ഫ്രീ ഹോൾഡ് പീസാണ് ജദാഫ് എന്ന് പറയുന്നത്. ഡൗൺ ടൗൺ എന്ന് വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് കുറേ പ്രൊജക്റ്റുകളാണ്, അത്ര റേറ്റ് ഇല്ല. അപ്പം ഏറ്റവും ഒരു അണ്ടർ റേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ജദാഫ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മെട്രോ ഉണ്ട്, ഹെൽത്ത് കെയർ സിറ്റി തൊട്ടടുത്ത്. അപ്പം ജദാഫ് ഒരു നല്ല ഏരിയ ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഡൗൺ ടൗൺ പൊതുവെ അറിയാലോ, ഏതൊരു ഇൻവെസ്റ്റർ അടുത്ത് നമ്മൾ എവിടെ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുക ബുർജ് ഖലീഫയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്കും എനിക്കും അറിയാം, നമ്മൾ ചിലപ്പം കഴിഞ്ഞ ഒരു 6 മാസത്തിൽ ഒരു പ്രാവശ്യം പോലും ബുർജ് ഖലീഫിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവില്ല. അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ആൾക്കാർ ചോദിക്കുക ഇതിൻ്റെ അടുത്താണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേൺസ് കിട്ടും എന്നുള്ളൊരിതും ആ ഒരു രീതിയിൽ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗൺ ടൗണിൽ നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ബുഗാട്ടി, ജേക്കബ് ആൻഡ് കോ, മെർസിഡീസ് ബെൻസ്. അപ്പം നമ്മളൊക്കെ പണ്ട് എന്താ പറയുക ഷർട്ട് വാങ്ങി അടിച്ചിട്ടിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം ബ്രാൻഡഡ് ഷർട്ടാണ്, ഇപ്പം ബ്രാൻഡഡ് ബിൽഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ ഏത് ഡെവലപ്പറാണെന്നല്ല ചോദിക്കുന്നത്, ഏത് ബ്രാൻഡാണ്. അപ്പം നമുക്ക് എപ്പോഴും ബ്രാൻഡഡ് പ്രോപ്പർട്ടീസിനൊരു വില കൂടുതലുണ്ട്. അപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ബുഗാട്ടീനായിട്ടും മെർസിഡീസ് ബെൻസിനായിട്ടും ജേക്കബ് ആൻഡ് കോനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡഡ് റെസിഡൻസി വാല്യൂ ഉണ്ട്. അത് പറയുമ്പോൾ തന്നെ നമ്മളടുത്ത് JVCയിലും സ്പോർട്സ് സിറ്റിയിലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊജക്ട്സുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ പറയാം 750,000 ദിറം തൊട്ടിട്ട് 750 മില്യൺ വരെയുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നമ്മളെടുത്തുണ്ട്. ഇന്നും പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. പേയ്മെന്റ് പ്ലാനുകൾ അതിനനുസരിച്ചിട്ടുള്ളതാണ്. ഏത് സമയത്ത് ഹാൻഡ് ഓവർ കിട്ടുന്ന ടൈപ്പുള്ള സാധനങ്ങൾ നമ്മളെടുത്തുണ്ട്. അപ്പം ബിങ്കാട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റിലെ. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതാണ് എനിക്ക് ഒന്ന് കവർ ചെയ്ത് നമ്മള്. അതെ തീർച്ചയായിട്ടും. ഇതുപോലെ ഇപ്പോൾ ഇന്നലെ ഞാൻ സിംഗപ്പൂരിലുള്ള നമ്മളൊരു ക്ലയന്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ വരുന്ന ടാക്സ് ഏകദേശം വലിയ രീതിയിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിലേറെ 60%-ഓളം 60% ടാക്സ് മാത്രമായിട്ട് പ്രോപ്പർട്ടിയിൽ കാര്യങ്ങൾ പല രീതിയിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ലാൻഡ് ടാക്സ് വേറെ, ബിൽഡിംഗ് ടാക്സ് വേറെ, മറ്റുള്ള കാര്യങ്ങളും ടാക്സ്. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ചെറിയിടാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി മേടിച്ചു, ഒരു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി മേടിച്ചു. അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇത് മാറ്റി ചെയ്യുമ്പോൾ വേറെ അധിക ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ടാക്സും ഇല്ല. നമ്മൾ സാധാരണമായി തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്കത് DLDയിൽ പോയിട്ട് എന്തുകൊണ്ടാണ് മാറ്റുന്നത്, ഗിഫ്റ്റ് ആണോ അതോ ആ ആള് മരണപ്പെട്ടിട്ട് നമ്മളടുത്ത ഇതിലേക്ക് പോവാണോ, അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രൊസീജിയർ. നമ്മൾ സാധാരണ പറയും നമ്മളെ നാട്ടിലെ മാതിരി പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും ഒന്നും കയറി ഇറങ്ങണ്ട. ഇവിടെ അറിയാലോ, ഇപ്പോൾ ഇന്ന് രാവിലെ ദുബായിൽ ഒരാൾ വരികയാണ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾക്ക് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു പോവാം കമ്പനി തുടങ്ങിയിട്ട്. അയാൾക്ക് വേണ്ട ലൈസൻസും ബാങ്ക് അക്കൗണ്ടും അയാളുടെ എല്ലാ സംഭവങ്ങളും ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിലായി. അതെ 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 എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ എന്തുകൊണ്ടും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കും പൊതുവെ. അതുപോലെ ഇവിടെ നമുക്കറിയാം, പൊതുവെ ഇവിടെ ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, ഉള്ള ആൾക്കാരിലാണ്. ഇവിടെ ഉള്ള ആളുകൾക്ക് പതുക്കെ ഒരു ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 2010 ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ ഒന്ന് നടന്നു നോക്കാം, വെറുതെ ഒന്ന് നടക്കാം. ആൾക്കാരൊക്കെ ക്ലയൻറ്റ്സ് ഇരുന്നിട്ട് മീറ്റിങ്ങിൽ ഇരിക്കുന്നില്ല. പണ്ട് 2010 ഞാനൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ആവറേജ് 50 വയസ്സ് 55 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു അധികം ഉണ്ടാവുക പ്രോപ്പർട്ടി വാങ്ങിക്കാൻ. പക്ഷെ ഇന്ന് നോക്കി ഒക്കെ ഒരു 30 വയസ്സ് ആവറേജ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞാൽ അവർ കണ്ടു അവരുടെ അച്ഛനും അമ്മയും ഇവിടെ 15, 20, 30 കൊല്ലം നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പം അത്രയും കാലം വാടക കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ ഇവർ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുവിധ എല്ലാ യങ് ജനറേഷൻ കപ്പിൾസും ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ തുടങ്ങി. അതിൻ്റെ ശരിക്കും ഒരു എഫക്റ്റ് നമുക്ക് നാട്ടിൽ കാണാം. കാരണം അവിടെ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഒരു സ്ലോ ഡൗൺ വരാൻ കാരണം നാട്ടിൽ ഒരു വീട് വേണം എന്നാൽ നമ്മൾ ജനിച്ചു വളർന്നത്. രണ്ടാമതൊരു വീട് വാങ്ങുന്നത് കുറഞ്ഞു വരികയാണ്. ആ രണ്ടാമത്തെ വീട് വാങ്ങിക്കുന്നത് ഇപ്പം ദുബായിൽ തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പം നാട്ടിലുള്ള ബിൽഡേഴ്സൊക്കെ വന്ന് ദുബായിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം അവരെ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു വരുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു ട്രെൻഡ് ഉണ്ട്. കുറേ അധികം ആൾക്കാർ ഇപ്പം പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവർ കാണുന്നൊരു അഡ്വാൻറ്റേജ് എന്താ, ഇപ്പം വാങ്ങിച്ച് ഒരു 10-15 വർഷം അതിൽ താമസിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഇതൊരു റിട്ടയർമെൻറ്റ് ഫണ്ടാണ് ഈ വീട്. ഒന്നെങ്കിൽ അവർക്ക് ഇതിവിടെ വെച്ച് നാട്ടിൽ പോകാം, എല്ലാ മാസവും റെൻ്റൽ ഇൻകം വരും. അതല്ലെങ്കിൽ വിറ്റിട്ട് ഇതൊരു കോർപ്പസ് ആക്കി മാറ്റിയിട്ട് ഒരു FD ആക്കി മാറ്റി അല്ലെങ്കിൽ വേറെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യാം. അപ്പം പെൻഷൻ ഇല്ലാത്ത കാര്യം കൂടി ഇതിൽ കവർ ചെയ്ത് പോകും. അതാണ് അതിൻ്റെ പോയിന്റ്. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിയാൽ നമ്മൾ കുറച്ചു കാലം വന്ന് നോക്കിയില്ലെങ്കിൽ ആരും വന്നിട്ട് അത് നമ്മളെ നാട്ടിലെ മാതിരി കുറച്ച് ഒരു സിനിമയിലുണ്ട് ശ്രീനിവാസൻ തെരഞ്ഞു വന്ന് നോക്കുമ്പോൾ പിന്നെ അവിടെ എല്ലാവരും വേസ്റ്റ് ഇടുന്ന സ്ഥലമായി മാറിയിട്ടത്. അപ്പം ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങി നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരുവിധം ഇപ്പം നമുക്ക് തന്നെ ബീസ്പോക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. നമ്മൾ തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതൊരു ഷോർട്ട് ടേം റെൻ്റൽസ് ആയിട്ട് റൺ ചെയ്യും. അപ്പം എക്സാമ്പിൾ ഇയാളിപ്പം വാങ്ങിച്ച ആൾ ഒരു 6 മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വരുന്നു, അപ്പോഴൊക്കെ ഈ ആപ്പിൽ പോയിട്ട് പറയാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ റെന്റ് കൊടുക്കണ്ട, അത് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ദിവസം വരുമ്പോൾ അവർക്ക് വന്ന് താമസിക്കാം. അപ്പം നമ്മൾ തന്നെ അവർ വേറെ ആളെ ഒന്നും അത് ആശ്രയിക്കേണ്ട, നമ്മൾ തന്നെ അവരുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നേരത്തെ ജനറേഷൻ മാറിയിട്ട് ബിസിനസ്സിനെ പറ്റി പറഞ്ഞപ്പം ഇത് കാഷ്വലായിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇന്നാളൊന്നും ഇങ്ങനെ പഠിച്ച സമയത്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ജോലിയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്താണല്ലോ. അന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടം. അത് കഴിഞ്ഞ് അടുത്തത് വന്നത് IT റെവല്യൂഷൻ. അതിൽ ആൾക്കാർ വീടുണ്ടാക്കുക, കാറ് വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു അടുത്ത സെറ്റിലേക്ക് പോയി. ഇപ്പോൾ ഉള്ള മൂന്നാമത്തെ ഇപ്പോൾ വരുന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ഡിജിറ്റലും AI റെവല്യൂഷനാണ്. ഇതിൽ ഓൾറെഡി ഈ 2 റെവല്യൂഷൻ, അതായത് ഇപ്പോൾ ഉള്ളവൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോ ഈ പണിയൊക്കെ എടുത്തു കഴിഞ്ഞു, പൈസ ഉണ്ടാക്കുന്ന പണിയൊക്കെ. ഇപ്പം ഇവന് ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിത സൗകര്യങ്ങൾ, സേഫ്റ്റി, കൂടുതൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, മനസ്സിലാക്കാനും സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം ഇവർ കൂടുതലും ഇനി ഈ പറയുന്ന രീതിയിൽ പല രാജ്യങ്ങളിലേക്കും പുറത്തേക്ക് അട്രാക്റ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മകൻ AA പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോടും പറഞ്ഞു എൻ്റെ ബൗണ്ടറി ദുബായ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ കാനഡയിലേക്കും അമേരിക്കയിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും കാണാൻ തന്നെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള വേറൊരു സിറ്റി, അത്രയേ ഉള്ളൂ. അല്ല, ഇന്ന് പുതിയൊരു തലമുറയ്ക്ക് യൂറോപ്പിൽ പോകുന്നതിനോട് ഒരു വിരക്തി അവർക്ക് തന്നെ വന്നു കഴിഞ്ഞു. ഒന്നാമത്തെ അവിടുത്തെ ഇഷ്യൂസ്, രണ്ടാമത്തെ കാര്യം അവിടെ ടാക്സ്, വലിയ ടാക്സ്. അപ്പോ ഭാവിയിൽ അവര് ആലോചിക്കുന്നതാണ് എന്നും ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു താല്പര്യം. കാരണം ജോലി ചെയ്യുന്നതിലേറെ മറ്റ് ഇൻവെസ്റ്റുകൾ അല്ലെങ്കിൽ ട്രേഡിങ്, ഇതിലൊക്കെയാണല്ലോ അവരുടെ താല്പര്യങ്ങൾ. ദുബായ് കാണുകയാണെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ നടക്കുമ്പോഴേ ഓർമ്മ വരിക നാടോടിക്കാറ്റില്ലേ മോഹൻലാൽ പറഞ്ഞ ഇത് ദുബായ് ഒന്നല്ല, ഇത് കണ്ടോ, ഇതിന്റെ അതേമാതിരി നമുക്ക് മലയാളത്തിലുള്ള ബോർഡുകളും എല്ലാം നമുക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യന്റെ പീസ്, അത്രേ ഉള്ളൂ. അന്നമാതിരിയുള്ള അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ എന്താ വീട്ടിലൊരു ആവശ്യം ഉണ്ടെങ്കിലും 3 മണിക്കൂർ കൊണ്ട് നമുക്ക് കോഴിക്കോട് നിന്ന് എറണാകുളം പോകുന്നതിനെക്കാട്ടും വേഗത്തിൽ ദുബായിൽ നിന്ന് കോഴിക്കോട് എത്താം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് എത്ര പൈസ ഉള്ള ആൾക്കും മുറ്റത്ത് ഇറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദുബായിൽ നമ്മളിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, വീടുകളും കാര്യങ്ങളും എല്ലാവരും. അപ്പം ഈ രീതിയിൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് കുറേയധികം വരുന്നുണ്ട്. അതുപോലെ ഞാൻ മറ്റൊരു വിഷയം ഇതിൽ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർട്ടി ഇവിടെ മേടിക്കുമ്പോൾ എത്ര പാർട്ണർമാരെ വരെ ആവാം ഇതിൽ? ഇപ്പം ലാസ്റ്റ് ഇന്നിപ്പം ഞാനൊരു യൂണിറ്റ് കൊടുത്തു, 4 ആളാണ് അതിലുണ്ട്. 25% 4 ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ളൊരു കൺസേൺ എന്താ വെച്ചാൽ നമ്മൾ ഈ വിസ വേണമെങ്കിൽ മാത്രമേ ഒരു കൺസേൺ വരുള്ളൂ. കാരണം ഒരാളുടെ പേരിൽ 2 മില്യൺ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് നമുക്ക് ഗോൾഡൻ വിസ കിട്ടണമെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 8 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ 4 ആളുടെയും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ 2 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എല്ലാവരും 500,000 വെച്ച് ഇട്ടാൽ ഈ പറയുന്ന ഗോൾഡൻ വിസ കിട്ടില്ല. കൊണ്ടുപോകാം. പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വിസ വേണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് ചോദിക്കാനുള്ള പ്രധാന കാരണം വെച്ചാൽ പല എൻക്വയറി നമുക്ക് വരാറുണ്ട്. അതായത് ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഗൾഫിൽ ഒരുപാട് കാലം നിന്ന ആൾക്കാർ നാട്ടിൽ പോയിട്ട് പല ബിസിനസ്സുകളും ചെറിയ ബിസിനസ്സുകൾ നല്ല ഇൻവെസ്റ്റ് വരുന്നുണ്ട്, പക്ഷെ അതിന്റെ റിട്ടേൺ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ആ സമയത്താണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് ഒരു ഹോളിഡേ ഹോമിനെ ഏൽപ്പിച്ചു. അതെ
ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ നാട്ടിലൊരു പ്രോപ്പർട്ടി ഒരു വർഷത്തേക്ക് റെന്റിന് കൊടുത്താൽ ആ ടെനന്റ് പോയി കഴിഞ്ഞാൽ പെയിന്റ് അടിക്കാനുള്ള പൈസ കിട്ടില്ല, റെന്റ് കിട്ടില്ല. ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ആ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അടുത്താക്കി കൊടുക്കുമ്പോഴേക്ക് നമ്മൾ അയാളുടെ അടുത്ത് ഒരു വർഷം വാങ്ങിച്ച റെന്റ് അതിന് തികയില്ല. ഇതൊരു അഭിമാനത്തിന് ഇങ്ങനെ പറയാം, എന്നതാണ് ബിൽഡിംഗ്, അത്രേ ഉള്ളൂ. എന്നതാണ് ആ സ്ഥലം എന്ന് പറയാൻ നല്ലതാണ്. ഇതെല്ലാം നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം. അതെ അതെ. എന്തായാലും നമ്മളോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ സജിൽ സാറ് പിന്നാട്ടിയുടെ സെയിൽസ് ഡയറക്ടറാണ്. ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഒരുപാട് നന്ദി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശരി, താങ്ക്സ്.